ഇതൊരു പക്ഷേ ആർജവത്തോടെ ഇത് കൊണ്ടേ നടക്കാനുള്ള ആർജവം ഗവൺമെന്റുകൾക്ക് ഇല്ലെങ്കിൽ പോലും ഇത് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ തെരുവുകളിൽ നമ്മുടെ പൗരന്റെ ജനനേന്ദ്രിയത്തിന് പിടിച്ചുകൊണ്ട് അവനെ ഗവൺമെന്റിന്റെ ഇംഗിതത്തിന് കീഴ്പ്പെടുത്താൻ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജനകീയ സമരങ്ങൾ തെരുവിൽ പ്രസവിച്ചിടുന്ന വലിയ ആശയങ്ങൾ ഇത്തരം ജനദ്രോഹ ദയവായി തുടരുക. ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തകൻ ബഹറിൽ നിന്നും ബഷീർ അമ്പലായി നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ ബഷീർ അമ്പലായി, ഇത് ജനകീയ സമരങ്ങളുടെ ഒരു വിജയമായി നമുക്കിതിനെ കണക്കാക്കാമോ, അതോ ഇതോ ഒരു സമ്മർദ്ദ രാഷ്ട്രീയത്തിന്റെ പരിണിത ഫലമാണോ ഇപ്പോഴത്തെ പുതിയ തീരുമാനം? ഈ ഒരു ഗവൺമെന്റിന്റെ ഈ ഒരു നയം വളരെ സ്വാഗതാർഹമാണെങ്കിലും ഇത് എന്തുകൊണ്ട് മുൻപായിക്കൂടായിരുന്നാണ് എന്റെ പ്രധാന ചോദ്യം. ഒരു നാട്ടിലെ അല്ലെങ്കിൽ ഒരു മേഖലയിലെ സാധാരണക്കാരായ ജനങ്ങളെ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ അവരെ പെരുവഴിയിൽ വലിച്ചെറിഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ ഒരു പുരോഗതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഈജൻ അജണ്ട നടപ്പാക്കുന്ന രീതിയിൽ വളരെ മോശമായ രീതിയിൽ ഗവൺമെന്റ് ഭാഗത്തു നിന്നും ഇതര രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്തു നിന്നും വളരെ തരം താഴ്ന്ന നിലയിലാണ് സാധാരണ ജനങ്ങളെ ഇതിൽ കണ്ടത്. അത് ഈ ഒരു രീതിയിൽ ഇത്തരം രീതിയിൽ ആദ്യം തന്നെ ചെയ്തിരുന്നെങ്കിൽ ജനങ്ങളെ എല്ലാവരെയും അത് ഒരു മുതൽക്കൂട്ടായി എടുത്തുകൊണ്ട് വികസന കാര്യത്തിൽ മുന്നോട്ട് പോകാമായിരുന്നു. പക്ഷേ ഇത് ഒരു വളരെ പരിഹാസ്യമായ രീതിയിലാണ് ഇത്തരം രീതിയിൽ കൊണ്ടു നടന്നിട്ടുള്ളത്. പാവപ്പെട്ട ജനങ്ങൾ വളരെ 5 സെന്റിലും 10 സെന്റിലും താമസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ ദേശീയപാതയുടെ ഇരുവശത്തും. അവർക്ക് അവരുടെ പഴയ തലമുറയായി ജീവിച്ചിരുന്ന അവിടുന്ന് പിടിച്ചു മാറ്റിക്കൊണ്ട് അവരെ ഒരു മറ്റുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഒരിക്കലും യാഥാർത്ഥ്യമല്ല. ശ്രീ ബഷീർ അമ്പലായി, ദയവായി തുടരുക. താങ്കളുടെ വാദം വളരെ കൃത്യമാണ്. കാരണം നഷ്ടപ്പെടുന്നവന്റെ വേദന അത് വളരെ വലുതാണ്. എന്തുകൊണ്ട് തന്നെയായാലും അതുകൊണ്ട് തന്നെയാണ് നിരവധി പേർ ഇതിനെ ഒരു അനുകൂല തീരുമാനമെന്ന് തന്നെ വിശേഷിപ്പിക്കുന്നത്. ശ്രീ ആർ മുരളീധരൻ, എൻ്റെ അടുത്ത ചോദ്യം താങ്കളോടാണ്. ഈ തീരുമാനത്തെ രാഷ്ട്രീയമായി കാണുന്നതിൽ തെറ്റുണ്ടോ? കാരണം സ്ഥലമേറ്റെടുപ്പ് സംബന്ധിച്ച് നിരവധി വിവാദങ്ങളാണ് ഇതിനിടയിൽ നിലനിന്നത്. പ്രത്യേകിച്ചും ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ തന്നെ സ്ഥലമേറ്റെടുക്കലിനെതിരെ കാര്യമായ സമരവും ഈ ഘട്ടത്തിൽ നടന്നിരുന്നു. പ്രത്യേകിച്ചും ഒരു പ്രത്യേക ജില്ലയെ കേന്ദ്രീകരിച്ചായിരുന്നു കൂടുതൽ സമരവും. അത്തരമൊരു സാഹചര്യത്തിൽ ഇതൊരു രാഷ്ട്രീയ തീരുമാനം എന്ന നിലയ്ക്ക് കൂടി കാണാവുന്നതല്ലേ? തികച്ചും ജനങ്ങളുടെ ക്ഷേമം മാത്രമായിരുന്നു ലക്ഷ്യം. അങ്ങനെയെങ്കിൽ ഈ തീരുമാനം മുമ്പേ നടപ്പാക്കാമായിരുന്നില്ലേ? തീർച്ചയായിട്ടും ഇത് ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത രാഷ്ട്രീയ കക്ഷികളുടെ എല്ലാം തന്നെ വിജയമായിട്ട് നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കുന്നു. ഇത് ഒരുപക്ഷെ നേരത്തെ ഇലക്ഷന് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ അത് UDFന് കുറച്ചുകൂടി. ശ്രീ ആർ മുരളീധരൻ, എന്റെ ചോദ്യം അതല്ല, രാഷ്ട്രീയ കക്ഷികളുടെ വിജയമോ പരാജയമോ അതായിരുന്നില്ല എന്റെ ചോദ്യം. ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷി അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷികളുടെ പ്രത്യേക ലക്ഷ്യം, ഒരു ഗൂഢലക്ഷ്യം ഇതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നോ എന്നായിരുന്നു എന്റെ ചോദ്യം. അല്ലാതെ രാഷ്ട്രീയമായ വിജയമോ പരാജയമോ അത്തരത്തിലല്ല ചോദ്യം. ഇതൊരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിയുടെ അവരുടെ ഗൂഢാലോചനയുടെ ഫലമല്ലേ ഇന്നത്തെ മന്ത്രിസഭാ തീരുമാനം എന്നതായിരുന്നു എന്റെ ചോദ്യം. അക്കാര്യത്തെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് ഒരു അഭിപ്രായം പറയാൻ കഴിയില്ല. ഇത് ഈ വിഷയത്തിൽ ഇതിന് പങ്കെടുത്ത ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ജനങ്ങളുടെ വിജയമായിട്ടാണ് ഞാൻ അത് കണക്കാക്കുന്നത്. ഇതൊരു പൊതുവേക്ക് കേന്ദ്ര സർക്കാർ നയം നടപ്പിലാക്കുന്ന ഒരു നയം, ന്യൂനപക്ഷ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള നയം തന്നെയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ദേശീയ പാതയും അതുപോലെ തന്നെ എക്സ്പ്രസ് ഹൈവേയും ഒക്കെ വികസിച്ചു വരുമ്പോൾ അത് കേരളത്തിൽ എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ളതിനെ പറ്റി ഗാഢമായി ആലോചിക്കുകയും അത് വളരെ ഈസിയായിട്ട് നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് എന്നുള്ള വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്തപ്പോഴാണ് ശക്തമായിട്ടുള്ള പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന്. മുരളീധരൻ, ദയവായി തുടരുക. ഇപ്പോൾ മസ്കത്തിലെ സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ അബ്ദുൽ ഹക്കീം നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ അബ്ദുൽ ഹക്കീം, എൻ്റെ ചോദ്യം മുരളീധരൻ ചോദിച്ചത് മറ്റൊരു ആംഗിൾ ഞാൻ ചോദിക്കുകയാണ്. സർക്കാരിനും ഇന്നത്തെ സാഹചര്യത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഒഴിയുന്നതിനോട് താല്പര്യമായിരുന്നില്ലേ? കാരണം 45 മീറ്റർ ഭൂമി ഏറ്റെടുക്കുന്നത് കേരളത്തിലെ സാഹചര്യത്തിൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. എന്നാൽ 30 മീറ്റർ ഭൂമി ഏറ്റെടുത്താൽ ഭാവി കണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനവുമായിരിക്കില്ല എന്ന് ഭാവിയിൽ കുറ്റപ്പെടുത്താനും സാധ്യതയുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ചില പ്രത്യേക രാഷ്ട്രീയ കക്ഷികളുടെ താല്പര്യപ്രകാരമാണ് ഇന്നത്തെ തീരുമാനം വന്നതെന്നും അറിയുന്നു. അതുകൊണ്ടല്ലേ 2 ദിവസത്തിന് ശേഷം ഒരു സർവകക്ഷി യോഗം വിളിച്ചിട്ടുള്ളത്? ഇത് UDF സർക്കാരിന്റെ തീരുമാനം മാത്രമല്ല, എല്ലാ കക്ഷികളും കൂടി ചേർന്നെടുക്കുന്നു എന്ന രീതിയിൽ വരുത്തി തീർക്കാനാണോ അടുത്ത സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നത്? ഹലോ ശ്രീ അബ്ദുൽ ഹക്കീം, താങ്കളോടായിരുന്നു എന്റെ ചോദ്യം. ഇതില് ഒന്നാമത്തെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇത് ഇതിൽ ഒരു താൽക്കാലികമായ ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്നതിനപ്പുറം ഇതൊരു തീരുമാനമായി നടപ്പിലാക്കാൻ കഴിയുമോ എന്നുള്ളത് ഇപ്പോഴും ആശങ്കയുളവാക്കുന്ന ഒരു വിഷയമാണ്. അതായത് ഇപ്പോ ഇബ്രാഹിം കുഞ്ഞ് പ്രഖ്യാപിച്ചു കേരളത്തിൽ എന്താ പറയാ പൊതുമരാമത്ത് വകുപ്പ് ഈ പരിപാടി അല്ലെങ്കിൽ ഈ റോഡ് വികസനം ഏറ്റെടുത്ത് നടപ്പിലാക്കുമെന്ന്. യഥാർത്ഥത്തിൽ ഇത് ഏകദേശം 2-3-4 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലുള്ള ജനങ്ങൾ വളരെ ശക്തമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന, അഥവാ 45 മീറ്ററിൽ കേരളത്തിലെ ദേശീയപാത വികസനം നടപ്പിലാക്കാൻ കേരളത്തിന്റെ പരിസ്ഥിതി പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട്, കേരളത്തിന്റെ ജനസാന്ദ്രത വെച്ചുകൊണ്ട് ഒരു കാരണവശാലും കഴിയില്ല എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ വളരെ ശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായിരുന്നു. പക്ഷെ അന്നൊന്നും അതിനെക്കുറിച്ച് ഒരക്ഷരം ഉരിയാടാതെ ദേശീയപാത അതോറിറ്റി എന്താണോ പറയുന്നത് അത് അപ്പടി നടപ്പിലാക്കാനുള്ള ഒരു അജണ്ടയുമായിട്ടാണ് കേരള സർക്കാർ മുന്നോട്ട് പോയിരുന്നത്. എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ വളരെ ശക്തമായ ദേശീയപാത വിരുദ്ധ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ പങ്കെടുത്തിരുന്ന സാധാരണക്കാരായ ജനങ്ങളെ കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രി വളരെ ശക്തമായി ഭീഷണിപ്പെടുത്തിയ സംഭവം വരെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അഥവാ ഇങ്ങനെയൊക്കെ ജനങ്ങളെ ഒരു വശത്ത് കബളിപ്പിച്ച അതേ സർക്കാർ തന്നെ ഇപ്പോ ദേശീയപാത അതോറിറ്റി കൈയൊഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്തുകൊണ്ട് ഇത് ചെയ്യാം എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയും എന്നുള്ളത് കേരളത്തിന്റെ കഴിഞ്ഞകാല ചരിത്രം വെച്ചുകൊണ്ട് കേരളത്തിലുള്ള ജനങ്ങൾ അത് ആശങ്കയോടുകൂടി മാത്രമേ കാണുകയുള്ളൂ. ശ്രീ അബ്ദുൽ ഹക്കീം ദൈവത്തോട് ഇതിനെക്കുറിച്ച് നമുക്ക് എസ് എ ഫിറോസിനോട് കൂടി ചോദിക്കാം. ശ്രീ എസ് എ ഫിറോസ്, ഇവിടെയും നമ്മൾ വന്നു നിൽക്കുന്നത് ആ ഒരു കാര്യത്തിൽ തന്നെയാണ്, പ്രായോഗിക ബുദ്ധിമുട്ട്. കാരണം കുറ്റിപ്പുറം മുതൽ കഴക്കൂട്ടം വരെ ഏകദേശം 292 കിലോമീറ്റർ ദൈർഘ്യമാണുള്ളത്. റോഡിന് വരുന്ന ദൂരം ഏകദേശം 292 കിലോമീറ്റർ. ഇതിന് വേണ്ടി വരുന്നത് 1300 ഹെക്ടർ ഭൂമിയാണ്. 4 പതിറ്റാണ്ടായി ഈ സംരംഭം തുടങ്ങിയിട്ട്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ 4 പതിറ്റാണ്ടായി ഭൂമി ഏറ്റെടുക്കൽ തുടങ്ങിയിട്ട് 1300 ഹെക്ടർ ഭൂമി വേണ്ടെടുത്ത് ഇതുവരെ ഏറ്റെടുക്കാൻ കഴിഞ്ഞത് 9 ഹെക്ടർ ഭൂമി മാത്രം. ബാക്കി 1291 ഹെക്ടർ ഭൂമിയും ഇതുവരെ നമുക്ക് നേടിയെടുക്കാനായിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിൽ നായ്ക്ക് പകരം PWD വന്നാൽ എന്ത് സംഭവിക്കും? വലിയ മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ടോ? അതെ, ഇവിടെ യഥാർത്ഥത്തിൽ ഇതിനെല്ലാം ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാരണമാണ് യഥാർത്ഥത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത പലരും സൂചിപ്പിച്ചത്. എന്തുകൊണ്ടാണ് ജനങ്ങൾ കുടിയൊഴിപ്പിക്കുക എന്ന് കേൾക്കുമ്പോൾ ഇത്ര ആശങ്കാരഹിതരാവുന്നു? എന്തുകൊണ്ട് ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ഗവൺമെന്റിന് ആ ജനങ്ങളെ കുടിയൊഴിപ്പിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഗവൺമെന്റുകളിൽ വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ജനങ്ങൾക്ക് വിശ്വാസ്യതയുള്ള ഗവൺമെന്റുകൾക്ക് ജനങ്ങൾക്ക് സുഭദ്രമായ നല്ലൊരു സംവിധാനത്തെ മുൻനിർത്തി അവരെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ നിലവിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് മാന്യമായ നഷ്ടപരിഹാരം കൊടുത്ത് അവരെ മാന്യതമായി പുനരധിവസിപ്പിക്കാൻ കഴിയും. നെടുമ്പാശ്ശേരി എയർപോർട്ടിന് വേണ്ടി പുനരധിവസിപ്പിച്ചവരുടെ കഥകൾ ഇപ്പോൾ നമ്മൾ ധാരാളമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ രാഷ്ട്രീയമായ 2 ചോദ്യങ്ങൾ. യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കുടിയൊഴിപ്പിക്കലിനെ കുറിച്ച് നമ്മൾ ധാരാളമായി സംസാരിക്കുമ്പോൾ നമ്മൾ 30 മീറ്ററിനെ കുറിച്ചും 45 മീറ്ററിനെ കുറിച്ചും ധാരാളമായി സംസാരിക്കും. 2 ചോദ്യങ്ങൾ ഇന്ന് പത്രസമ്മേളനം നടത്തിയ ഇബ്രാഹിം കുഞ്ഞിനോട് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. ഇവിടുത്തെ സന്നദ്ധ സംഘടനകളും സമര സംഘടനകളും യഥാർത്ഥത്തിൽ 30 മീറ്ററിൽ ഇതെല്ലാം സാധ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരെ തീവ്രവാദികളെന്നും അവരെ പോലീസിനെ വിട്ട് മർദ്ദിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തവർ എന്തിനാണ് 45 മീറ്ററിലേക്ക് സാധ്യമാകൂ എന്ന് ഇത്രയും കാലം വാശി പിടിച്ചത് ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് എന്ന് നമ്മുടെ ഗവൺമെന്റ് വ്യക്തമാക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഇന്ന് ഗവൺമെന്റിന്റെ മന്ത്രിസഭയിൽ ഇരിക്കുന്ന ഒരു മന്ത്രി നമ്മുടെ ചാക്കിൽ മൃതദേഹം കെട്ടിക്കൊണ്ടുപോയി പുഴയിലിട്ട അതേ പുഴയിലിട്ടതിന്റെ പേരിൽ സമൂഹമധ്യത്തിൽ ചർച്ചയാക്കപ്പെട്ട അതേ മന്ത്രി തന്നെ തീവ്രവാദി എന്ന് വിളിച്ചവർ എന്തിന്റെ പേരിലാണ് തീവ്രവാദി എന്ന് വിളിച്ചത്? നമ്മുടെ ജനാധിപത്യം, ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനങ്ങൾ, ഗവൺമെന്റ് പുറത്തേക്ക് വിടുന്ന പ്രപ്പോസലുകൾ, ഗവൺമെന്റിന്റെ പ്രസ്താവനകൾ, ഇതിനെ വളരെ ജനാധിപത്യപരമായി അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു സന്നദ്ധ ഗവൺമെന്റിന് ഉണ്ടാവേണ്ടതായിരുന്നു. അപ്പൊ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ അനുവദിക്കപ്പെട്ട അക്കോമഡേഷൻ പോലും നൽകാതെ ജനാധിപത്യ സംവിധാനത്തിൽ ഉയരുന്ന എതിർവാദങ്ങളെ തീവ്രവാദ പട്ടികയിൽ നിർത്തി ഒരു സമര സംഘടനകളെയും സാമൂഹ്യ വിഭാഗങ്ങളെയും അടിച്ചമർത്താനും കബളിപ്പിക്കാനും പരിഹസിക്കുവാനുള്ള ശ്രമങ്ങൾക്ക് ഈ മന്ത്രിസഭയിലെ ഏത് മന്ത്രിയാണ്, ഈ മന്ത്രിസഭയുടെ ഉത്തരവാദിത്തമുള്ള ഏത് മുഖ്യമന്ത്രിയാണ് ഇതിന് മാപ്പ് പറയേണ്ടതെന്ന് കൂടി നമ്മൾ പറയേണ്ടതാണ്. അപ്പൊ രാഷ്ട്രീയമായ ചോദ്യങ്ങൾ ഇതിന് പ്രസക്തമാണ്. ഗവൺമെന്റിന്റെ വിശ്വാസ്യത പ്രശ്നമാണ്. വിശ്വാസ്യതയുള്ള ഗവൺമെന്റുകൾ ആരോഗ്യകരമായ ജനങ്ങൾക്ക് പ്രതീക്ഷയുള്ള പ്രസ്താവനകൾ നടത്തിയാലേ അത് പൊതുജനം ഏറ്റെടുക്കുകയുള്ളൂ. നിലവിൽ എന്തെന്ത് പ്രസ്താവനകൾ നടത്തിയാലും, എത്ര കൊമ്പൻ വെല്ലുവിളികൾ നടത്തിയാലും, എന്തു തന്നെ കാര്യങ്ങൾ പറഞ്ഞാലും അത് വിശ്വസിക്കാനുള്ള മനസ്സ് ഈ ജനവിരുദ്ധ മനുഷ്യവിരുദ്ധ ഗവൺമെന്റുകൾക്ക് മുന്നിൽ നമുക്ക് ആർ മുരളീധരനിലേക്ക് പോകാം. സർക്കാരിന്റെ കാര്യക്ഷമതയില്ലായ്മ ഇവിടെ ഒരു വിഷയം തന്നെയല്ലേ? കാരണം
ഇപ്പോൾ ഈ ഭൂമിക്കായി ഏറ്റെടുക്കേണ്ടി വരുന്ന പല ഭൂമികളിലുള്ളവരും അവർ ഒഴിയാൻ തയ്യാറായിട്ട് തന്നെ മുന്നോട്ട് വന്നിട്ടുള്ളവരാണ്. പക്ഷേ അവർ പറയുന്ന ന്യായമായ ചില ആവശ്യങ്ങളുണ്ട്. നഷ്ടപരിഹാരമായി നടപ്പുവില മുൻകൂറായി നൽകുക. കാരണം ഇവിടുത്തെ നഷ്ടപരിഹാര തുക നൽകുന്ന രീതി നമുക്കറിവുള്ളതാണ്. മറ്റൊന്ന് അലൈൻമെന്റ് പുനർനിർണ്ണയിക്കുക. വേറൊന്ന് നഷ്ടപരിഹാര തുക നികുതി വിമുക്തമാക്കുക. ഇത്രയും കാര്യങ്ങൾ സർക്കാരിന് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണോ? അതുപോലും ചെയ്യാതെ ഇത്രയും വൈകിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? തീർച്ചയായിട്ടുമില്ല. ഈ കാര്യത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. മുൻകാലങ്ങളിൽ ഇതുമാതിരി കുടിയൊഴിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരെ അവരെ ശരിയായ നഷ്ടപരിഹാരം കൊടുക്കാതെ അവരെ മാറ്റി പാർപ്പിച്ചപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ, ആ ബുദ്ധിമുട്ടുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദേശീയപാതയ്ക്ക് വേണ്ടിയിട്ട് സ്ഥലം എടുപ്പിക്കുന്ന ആളുകൾക്ക് ഇത് കൃത്യമായിട്ടുള്ള ഒരു പാക്കേജ്, അവരെ നഷ്ടപരിഹാരം, അതുപോലെ തന്നെ ബദൽ ഭൂമി കണ്ടെത്തി അവരെ പുനരുദ്ധരിക്കുക മുതലായ കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. എന്നാൽ മാത്രമേ ഇനിയും ആവശ്യമുള്ള സ്ഥലമെടുത്ത് സുഗമമായിട്ട് നടക്കുകയുള്ളൂ. ഇത്തരം ദേശീയപാതകൾ വികസിപ്പിക്കുന്നതിനോട് കാലഘട്ടത്തിന്റെ ആവശ്യമാണത്. അത് ജനങ്ങൾക്കെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഈ തീരുമാനത്തിൽ പൊതുവെ സന്തോഷിക്കും, പൊതുവെ സഹകരിക്കും. പക്ഷെ ആ ഒരു ഇച്ഛാശക്തി ശരിയായ രീതിയിൽ നടപ്പിലാക്കുന്നതിനുള്ള, ശരിയായ പാക്കേജ് തയ്യാറാക്കുന്നതിനുള്ള ഒരു ഇച്ഛാശക്തി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. ആത്മാർത്ഥത ഉണ്ടെങ്കിൽ സർക്കാർ അതാണ് ചെയ്യേണ്ടത്. ശ്രീ ബഷീർ അമ്പല, ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിലൊക്കെ തന്നെയും ഇത് ജനങ്ങളുടെ സമരങ്ങളുടെ, പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരും ഇതിലെടുത്ത് പറയാനില്ല, എല്ലാവരും ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെയും ജനങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ വിജയമായി തന്നെ നമുക്കിതിനെ കണ്ടുകൂടെ? അത്തരത്തിലുള്ള ഒരു ജനകീയ സമരങ്ങളുടെ വിജയത്തിന്റെ ആദ്യ പടിയാണോ സർക്കാരിന്റെ പുതിയ തീരുമാനത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്? തീർച്ചയായും ഇത് ജനങ്ങളുടെ ഒരു ഏറ്റവും നല്ല ഒരു പ്രക്ഷോഭത്തിന്റെ വിജയമാണ് കാണാൻ കഴിയുന്നത്. സത്യത്തിൽ ഇത് ഞാനൊരു UDF പ്രവർത്തകനാണ്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഗവൺമെന്റിന് സാധിക്കാതെ വന്നപ്പോൾ ഒരു പിന്മാറ്റം എന്ന നിലയിൽ ഇതിൽ നിന്ന് തടിയുരുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇന്നത്തെ ഈ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുള്ളത്. ഭൂമി നൽകാൻ ജനങ്ങൾ തയ്യാറാവാത്തത് കൊണ്ടാണ് വികസനം തടസ്സപ്പെടുന്നതാണ്, വരുത്തി തീർക്കാനാണ് ആദ്യം ഇവര് ഉത്സാഹം കാണിച്ചത്. പക്ഷെ യഥാർത്ഥ പ്രശ്നം മറച്ചു വെക്കുന്ന രീതിയിൽ വാർത്തകളും വിശകലനം പ്രതികരണങ്ങളും പ്രത്യക്ഷപ്പെടുന്നത് ഇതിന് വളരെയധികം ഈ ഒരു ജനങ്ങളുടെ ഇടയിൽ വളരെ മോശമായി ഗവൺമെന്റിനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേ ഗവൺമെന്റിന്റെ നയിക്കുന്ന നേതാക്കന്മാർ ഈ ഒരു കാര്യത്തിൽ ജനങ്ങൾക്കിടയിൽ വളരെ മോശമായ ഒരു അഭിപ്രായമാണ് നേതാക്കന്മാരുടെ ഒരു നിലപാടിനെ സാധാരണ ജനങ്ങൾ കാണുന്നത്. അത് UDFനെ സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ കൂടി ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും ഞങ്ങൾ സത്യത്തിൽ ഭയപ്പെടുന്നുണ്ട്. ശ്രീ ബഷീർ അമ്പലായി ദയവായി തുടരുക. ശ്രീ അബ്ദുൽ ഹക്കീമിലേക്കും കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. ശ്രീ അബ്ദുൽ ഹക്കീം, ജനങ്ങളുടെ ഒരു വിജയമായി കാണാം. എങ്കിലും PWD ഈ കാര്യം, ദേശീയപാത വികസനം, ഏകദേശം 600 കിലോമീറ്റർ അധികം ദൈർഘ്യമുള്ള ദേശീയപാത വികസനം ഏറ്റെടുത്ത് ചെയ്യുന്നു, നല്ല കാര്യം. BOT കമ്പനികൾ ഈ കാര്യത്തിലേക്ക് വരുന്നില്ല, പകരം PWD നിർമ്മിക്കും, ടോൾ അവർ തന്നെ പിരിക്കും. ഇതിൽ വലിയ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുമോ? സ്വകാര്യ കുത്തകയ്ക്ക് പകരം സർക്കാർ കുത്തക, അത്തരമൊരു അവസ്ഥയിലേക്ക് ഈ പദ്ധതി നീങ്ങാൻ സാധിക്കും?